എന്നെ സഹായിക്കാൻ വേണ്ടി കുരുപ്പുകൾ കണ്ടോടെ മത്സരിക്കുകയാണ്. രണ്ടുപേരും മാറി മാറിയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഹായ് ഗായ്സ്, നമ്മൾ ബേസിൻ കൊണ്ടുണ്ടാക്കിയ ഫിഷ് പോണ്ട് ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. വൃത്തിയാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബേസിൻ അങ്ങ് ചേഞ്ച് ആക്കിക്കൊണ്ട് നമ്മുടെ വലിയ പോണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പോലെ ടാർപോളിയും കൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ബേസിൻ വെച്ച് പോണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു വർഷം ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇളക്കിയെടുക്കാൻ പാടായിരുന്നു. അതിനകത്ത് നമ്മൾ കപ്പി കുഞ്ഞുങ്ങളെ പിടിക്കുന്ന ആശാന്മാർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. സൈഡിൽ കുറച്ച് ചെടികളൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി സ്ഥാപിക്കാന്ന് വിചാരിച്ചു. എന്നെ സഹായിക്കാൻ വേണ്ടി കുരുപ്പുകൾ കണ്ടോടെ മത്സരിക്കുകയാണ്. രണ്ടുപേരും മാറി മാറിയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പാകിയ മുളകിന്റെ വിത്ത് മുളച്ചിട്ടുണ്ട്. കണ്ടിട്ട് കാന്താരിയുടെ തയ്യാണെന്ന് തോന്നുന്നു. പോണ്ടിൽ വിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാർപോളിന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആപ്പയ്ക്കകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാർപോളിനാണ്. വലിപ്പക്കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പ കവർ ചെയ്ത് നിൽക്കത്തില്ല. ആപ്പയിലേക്ക് മഴക്കാലം ആകുമ്പോഴത്തേക്ക് വലിയൊരു ടാർപ്പ് മേടിക്കും. ഇതെന്തായാലും ഉപയോഗിച്ചുകൊണ്ടിടന്നപ്പോൾ ഞാൻ പോണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചെടുത്തതാണ്. സംഭവം 4-1 ഭാഗം മാത്രം മതി, ചെറിയ പോണ്ടാണ്. ആദ്യ അടിയിൽ ഒരു സ്പോഞ്ചൊക്കെ വിരിച്ചതിന് ശേഷം നമ്മൾ 2 മടക്കാട്ടാണ് ടാർപോളിന് ഇടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുള വീണ് വെള്ളം ലീക്കാവാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ പോണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരുപാട് ആഴമൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ ഒരു പോണ്ടാണ് ഉണ്ടാക്കുക. സൈഡിലൊക്കെ കുറച്ച് സ്റ്റോണൊക്കെ ചെയ്ത് ടാർപോളിൻ പുറത്തോട്ടും കാണാത്ത രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശം. എന്തായാലും അവിടുന്ന് കുറച്ച് വാറക്കല്ലൊക്കെ ശേഖരിച്ച് അതിനകത്ത് വിരിച്ചിട്ടുണ്ട്. ടാർപോളിൻ പൂർണ്ണമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് കല്ലുകളോട് അവിടെ നിന്ന് സംഘടിപ്പിക്കണം. സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് കുറച്ച് പ്ലാന്റുകളോട് സംഘടിപ്പിക്കണം. പൂർണ്ണമായിട്ടൊരു നാച്ചുറൽ ടച്ച് കിട്ടുന്ന ഒരു പോണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഫിഷിനെ ഇടുന്നില്ല, വെള്ളമൊക്കെ തെളിഞ്ഞ് വൃത്തിയായതിനു ശേഷമാണ് ഇടുന്നത്. കല്ലുകൾ പൂർണ്ണമായിട്ടൊന്നും ഞാൻ കഴിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ വെള്ളം കലയും കിടക്കുകയാണ്. ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയ 2 വുഡിന്റെ കഷ്ണങ്ങളാണ്. നല്ലപോലെ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് ഏത് മരത്തിന്റെ ആണെന്നൊരു പിടുത്തമില്ല. അപ്പൊ നമ്മുടെ പോണ്ടിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇതിലിടാൻ വേണ്ടി കുറച്ച് പുതിയ ഫിഷുകൾ മേടിക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.